സഞ്ചാരികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരിടമാണ് ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അണുബോംബ് വീണ് തകർന്നിട്ടും തിരിച്ചുവരവിന്റെ പാതയിൽ ലോകരാജ്യങ്ങൾക്ക് എന്നും പ്രചോദനമാണ് ജപ്പാൻ. ജപ്പാനിലെ കാഴ്ചകൾ എത്രത്തോളം സുന്ദരമാണ് എന്ന് ഇവിടം സന്ദർശിച്ചവർക്ക് പറയാനാകും. പൗരന്മാരുടെ അരക്കെട്ടിന്റെ വലുപ്പം നിയന്ത്രിക്കുന്ന നിയമം മുതൽ പൊടിയില്ലാത്ത റോഡും ഭക്ഷണം പാക്ക് ചെയ്യുന്നതിനുമെല്ലാം കർശനമായ നിയമങ്ങളുള്ള രാജ്യം കൂടിയാണ് ജപ്പാൻ. പല കാര്യങ്ങളിലും മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന ജപ്പാൻ വ്യത്യസ്തമായ ബസ് സ്റ്റോപ്പുകൾ കൊണ്ടും സന്ദർശകരെ അതിശയപ്പെടുത്തിയിട്ടുണ്ട്. പഴങ്ങളുടെ ആകൃതിയിലുള്ള ബസ് സ്റ്റോപ്പുകൾക്ക് പേരുകേട്ട ഒരു ചെറിയ പട്ടണമാണ് കൊണഗായ്. നാഗസാക്കി പ്രിഫെക്ചറിന്റെ ഭാഗമായ ഇസഹായ സിറ്റിയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജപ്പാനിലെ ക്യുഷു ദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ജനവാസമില്ലാത്തതുമായ 594 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് നാഗസാക്കി പ്രിഫെക്ചർ. വനങ്ങൾ നിറഞ്ഞ കടൽ തീര ദ്വീപുകൾ, അഗ്നിപർവ്വതങ്ങൾ, ചൂട് നീരുറവ സ്പാകൾ എന്നിവയ്ക്ക് ഈ പ്രദേശം പ്രശസ്തമാണ്. നാഗസാക്കിയിലെ കൊണഗായ് തീരപ്രദേശത്ത് പഴങ്ങളുടെ ആകൃതിയിലുള്ള 16 വലിയ ബസ് സ്റ്റോപ്പുകൾ ഉണ്ട്. അവ പലപ്പോഴും യാത്രക്കാരെ അത്ഭുതപ്പെടുത്തുകയും ആകർഷിക്കുകയും ചെയ്യുന്നു. സ്ട്രോബെറി, മത്തങ്ങ, തക്കാളി, തണ്ണിമത്തൻ, മാൻഡറിൻ, ഓറഞ്ച് എന്നിവയുടെ ആകൃതിയിലാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കൊണഗായിലെ പഴങ്ങളുടെ ആകൃതിയിലുള്ള ബസ് സ്റ്റോപ്പുകൾ സിൻഡ്രല്ലയിലെ മത്തങ്ങയുടെ ആകൃതിയിലുള്ള വണ്ടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1990 മുൻപ് ഈ ബസ് സ്റ്റോപ്പുകൾ നിലവിലില്ലായിരുന്നു. ജാപ്പനീസ് തുറമുഖത്തിന്റെ ചരിത്രം ആഘോഷിക്കുന്നതിനായി സംഘടിപ്പിച്ച നഗരവ്യാപകമായ ഒരു പരിപാടിയായ ജേണി എക്സ്പോസിഷൻ നാഗസാക്കി 1990ലേക്ക് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നതിനായാണ് ഇവ സ്ഥാപിച്ചത്. നാഗസാക്കിയിലെ അണുബോംബ് ആക്രമണത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിന്റെയും വാർഷികങ്ങൾ ആഘോഷിക്കുന്നതിനായി യുദ്ധത്തെയും സമാധാനത്തെയും കേന്ദ്രീകരിച്ചുള്ള പ്രദർശനങ്ങൾ, സിംബോസിയങ്ങൾ, ചർച്ചകൾ എന്നിവ 1990 ഓഗസ്റ്റ് 9 മുതൽ 15 വരെ നടന്നിരുന്നു. ജപ്പാനിലെ ദേശീയപാത 207ന്റെ വശങ്ങളിൽ കാണുന്ന പഴങ്ങളുടെ രൂപത്തിലുള്ള ബസ് സ്റ്റോപ്പുകൾ ഇപ്പോൾ ടോക്കിമെക്കി ഫുഡ് ബസ് സ്റ്റോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്.